വളരെ സീരിയസ് ആയിട്ട് ബിജു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും മരിക്കുന്നതിന് ഒരു മണിക്കൂറുകൾക്ക് മുമ്പും ഈ വീട് ഇവർക്ക് വെച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു ബിജു. നിങ്ങൾ രണ്ടും കൂടെ അമ്മയും മോനോട് ഇങ്ങനെ വാങ്ങിച്ചു ഇങ്ങോട്ട് വാ. എന്താ തൊട്ടോ? നിങ്ങൾ രണ്ടും തൊട്ടു. ശരി, അങ്ങ് ചാന്തിട്ട് ഉറപ്പിച്ചു. ആ കൊച്ചൻ വീട് തരാമെന്ന് പറഞ്ഞതും വീട് തുടങ്ങിയതും എല്ലാം വളരെ നന്ദി. ഞങ്ങളെപ്പോഴായാലും ഏത് സമയത്തായാലും. മരണപ്പെട്ടു പോയെങ്കിലും ബിജു നൽകിയ വാക്ക് കുടുംബാംഗങ്ങൾ പാലിച്ചു. ഇന്തോനേഷ്യയിലെ വ്യവസായിയും NG ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉടമയുമായ പത്തനാപുരം കമുകുഞ്ചേരി സ്വദേശി ബിജുവാണ് അകാലത്തിൽ മരണപ്പെട്ടത്. തന്റെ മാതാപിതാക്കളെ പരിചരിക്കാനെത്തിയവർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് ബിജു വാക്ക് നൽകിയിരുന്നു. 1 വർഷം തന്റെ മാതാപിതാക്കളെ നോക്കാനെത്തിയ ഗിരിജയ്ക്ക് മാസങ്ങൾക്ക് മുമ്പാണ് മനോഹരമായ വീട് പൂർത്തീകരിച്ച് കൈമാറിയത്. വർഷങ്ങളായി തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ലളിതയ്ക്കും വീട് വെച്ച് നൽകാമെന്ന് ബിജു ഉറപ്പ് നൽകിയിരുന്നു. ഇതിനിടയിലായിരുന്നു പെട്ടെന്നുണ്ടായ അസുഖം മൂലം കഴിഞ്ഞ ആഗസ്റ്റിൽ അദ്ദേഹം മരണപ്പെടുന്നത്. ബിജു നൽകിയ വാക്കിപ്പോൾ കുടുംബം നിറവേറ്റുകയാണ്. ലളിതയ്ക്കായി നിർമ്മിക്കുന്ന പുതിയ ഭവനത്തിന്റെ കല്ലിടയിൽ കർമ്മം കഴിഞ്ഞ ദിവസം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ഇത് ഇന്തോനേഷ്യയിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ എല്ലാവരെയും അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ബിജുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹമാണ് ഈ വീട് വെച്ചു കൊടുക്കണം തീരുമാനിക്കുകയും ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോഴും സ്വന്തം സഹോദരനായ ബിനുവിനെ വിളിച്ചിട്ട് ശ്യാമിനും അമ്മ ലളിതയ്ക്കും വീട് വെച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്നോടും പറഞ്ഞിരുന്നു, ഇത്തരം നമുക്കൊരു വീട് വയ്ക്കണം, അമ്മയുടെ വീട്ടിലെ സഹായിയാണ്, അമ്മയോടൊപ്പം നിൽക്കുന്നതാണ് വർഷങ്ങളായിട്ട്, അപ്പോൾ ആ ഒരു സ്നേഹത്തോടെ ഒരു വീട് വെച്ചു കൊടുക്കണമെന്ന് ബിജു പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ടിരിക്കുമ്പോഴും ബിജു സ്വന്തം അനുജനോട് പറഞ്ഞു, ബിനുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ വീടിന് കല്ലിടുന്നത്. എത്രയും പെട്ടെന്ന് വാസയോഗ്യമാക്കി ഇവർക്ക് അമ്മയ്ക്കും മകനും താമസിക്കാനായിട്ട് നൽകാനാണ് പദ്ധതി. ഇത് ബിജുവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എപ്പോഴും എന്നോടും ആവശ്യപ്പെടുമായിരുന്നു ഒരു വീട് ഇവർക്ക് വെച്ചു കൊടുക്കണം എന്ന്. അത് ബിജു ഇല്ലാത്തൊരു ദുഃഖകരമായ അവസ്ഥയിലും ആ വീട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ബിജു അവസാന വാക്കായി സഹോദരനോട് പറഞ്ഞു എന്നുള്ളത് ബിജുവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാനൊരു അവസരമാണ്. ഇത് രണ്ടാമത്തെ വീടാണ്. നേരത്തെ അമ്മയുടെ സഹായിയായിട്ട് വീട്ടിലുണ്ടായിരുന്ന ഗിരിജയ്ക്ക് വീട് വെച്ച് കൊടുത്തു. അപ്പോൾ തന്നെ ഈ വീടും വെക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എത്രയും പെട്ടെന്ന് ഈ വീട് പൂർത്തിയായി അവർക്ക് താമസയോഗ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ബിജുവിന് ആത്മാവിന് വലിയൊരു സന്തോഷമായിരിക്കും എന്ന് നമ്മളെല്ലാവരും കരുതുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്ത് ഈ ഒരു വീടേ ഉള്ളായിരുന്നു, ഒരു കൊച്ചു വീട്. ബാക്കി എല്ലാം നല്ല വീടുകളായിരുന്നു. അത് ആ കൊച്ചൻ വീട് തരാമെന്ന് പറഞ്ഞതും വീട് തുടങ്ങിയതും എല്ലാം വളരെ നന്ദി. ഞങ്ങളെപ്പോഴായാലും ഏത് സമയത്തായാലും ഞാൻ മരിക്കുന്ന കാലം വരെ ഞാൻ അവരോട് നല്ല കടപ്പെട്ടിരിക്കുക. അതിന് നന്ദിയോട് കാണിക്കത്തില്ല. എപ്പോഴായാലും നമുക്ക് അതിൻ്റെതായ ആവുന്നിടം വരെ. എൻ്റെ നാത്തൂനാ. എന്തായാലും ബിജു നമുക്കറിയാം പ്രതീക്ഷിതമായി ഉള്ള ഒരു വിയോഗമായിപ്പോയി. എന്നാലും ആ വാക്ക് നേരത്തെ കുടുംബം പാലിച്ചതിൽ നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാം ബന്ധുക്കളും തൊട്ടയലോകത്ത് താമസിക്കുന്നവരുമാണ്. ഇങ്ങനെയൊരു വാസഗ്രഹം അവർക്കുണ്ടാകുന്നതിൽ വളരെ സന്തോഷമുണ്ട്.